ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മളെ ബ്രസ്റ്റ് സാഗിങ്ങിനുള്ള ഒരു 4-5 വർക്കൗട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കൗട്ടുകളൊക്കെ എല്ലാ ദിവസവും ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു ദിവസം 2 ദിവസം ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യുക, അങ്ങനെ ചെയ്യണ്ട കേട്ടോ. എല്ലാ ദിവസവും കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഇന്നേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്രയും ശ്രദ്ധയോടെ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ഈ വർക്കൗട്ടിലുള്ള കൃത്യമായിട്ട് ചെയ്തോളൂ. നമുക്കൊരു പരിധിവരെ നമുക്കൊന്ന് ഇതാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിൽ കുറച്ച് എണ്ണം വെച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ചിലത് 10 എടുത്തിട്ടുണ്ട്, ചിലത് 10 എടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ ഒന്ന് കൈ പിടിച്ചിട്ട് ഇതേപോലെ കൈ ഉയർത്ത് കേട്ടോ. ഇതേ കണക്കിങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സ്വയം നമുക്ക് മനസ്സിലാക്കുന്നുള്ളൂ. ജസ്റ്റ് ഇത് എവിടെ ഇങ്ങനെ കൈ വച്ചിട്ട് ഒന്ന് നിങ്ങൾ കൈ ഉയർത്തി നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് വർക്കാവുന്നുള്ളത്. നമ്മുടെ എന്ത് കാര്യവും സ്വയം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇത് ഞാനിപ്പോൾ 10 എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് 20 30 ഒക്കെ ആക്കി എടുക്കാട്ടെ. ഞാനിപ്പോൾ ഇതിൽ സൈഡ് പോസ് എന്നിട്ട് കാണിച്ചില്ല. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഇത് അങ്ങനെയാണ് വർക്കാന്നൊക്കെ മനസ്സിലാവും കേട്ടോ. ഇത് കണ്ടോ സൈഡ് പോസ്. ഇപ്പോൾ ഇതിന് മറ്റൊരു ഉപയോഗം ഉണ്ട് കേട്ടോ. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു തരാം. കാരണം നമ്മൾ കൈയുയർത്തുമ്പോൾ നമ്മുടെ കറക്റ്റ് ആ ഭാഗം ഉണ്ടല്ലോ നല്ല രീതിയിൽ വർക്ക്. അപ്പോൾ നമുക്ക് അവിടെ കൊഴുപ്പുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ കൂടെ പൊയ്ക്കോളൂ കേട്ടോ. പിന്നെ കൈ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതും കൂടെ നല്ലതാണ് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ബ്രസ്റ്റ് സാഗിങ്ങിനാണ്. അതിൻ്റെ കൂടെ ഇതിനും കൂടെ ഒന്ന് നമുക്ക് യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് നോക്കാം കേട്ടോ. എല്ലാ വർക്കൗട്ടുകളും ഭയങ്കര സിമ്പിളാട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്ന കൈ ഇതുപോലെ വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നും ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒരു ബാലൻസ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഒരു പവറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേ കണക്കാക്കണ്ടോ, ഇതാണ് വരുന്നത്. അപ്പോൾ ഒക്കെ നമുക്കൊന്ന് എടുക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. എല്ലാം ഭയങ്കര ഈസി കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന നോക്കട്ടോ. നെക്സ്റ്റ് ഇതേപോലെ മുകളിലേക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതുപോലെ വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഞാൻ 1 ടൈം കൂടെ കാണിച്ചത് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇത് നോക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം കേട്ടോ. ഞാൻ 10 എടുത്തിട്ടുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണം വെച്ചെടുക്കാം കേട്ടോ. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാനിതിൽ ജസ്റ്റ് വീഡിയോ നമുക്ക് അത്രയും ഇതാക്കി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി 10 വെച്ചെടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഈസിയാണ്. കൈയൊന്ന് നമ്മളൊന്ന് മുറുക്കെ പിടിച്ചിട്ട് പുറകിലോട്ടാക്കുന്നത് കണ്ടോ. 1 2 3 4 5 6 7 8 ഇതേപോലെ അത്ര സിമ്പിളാട്ടോ. ഞാനിപ്പോൾ 8 വെച്ച് നിർത്തിയെന്നേ ഉള്ളൂ. ഞാൻ അത്ര സിമ്പിളായിട്ട് ഞാൻ അങ്ങനെ കാണിച്ചാട്ടോ. 8 വെച്ചിട്ട് നിർത്തിയതാണ്. അല്ലാണ്ട് 8 എടുക്കണം അങ്ങനെയല്ല കേട്ടോ. 8 എടുക്കാൻ പാടുള്ളൂ എന്നല്ല, ഞാൻ അങ്ങനെ നിർത്തിയാണ്. നെക്സ്റ്റ് വരുന്നത് ഇത് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും കേട്ടോ. ഇതേപോലെ നമ്മൾ ഉടക്ക് വിടരുത് കേട്ടോ കൈ എടുക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നല്ലോണം കാണിച്ചിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. കൈ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ ഉയർത്തുമ്പോൾ ചിലപ്പോൾ ഉടക്ക് വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കറക്റ്റ് അല്ല എന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് നിൽക്കുന്നത് എങ്ങനെ പിടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കി പിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചിലപ്പോൾ ഇത് നമുക്ക് പൊക്കാൻ പറ്റില്ല കേട്ടോ. പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ചെയ്യാണ്ടിരിക്കണം. നിങ്ങൾക്ക് കുറച്ചേ പൊക്കാൻ പറ്റുന്നുള്ളെങ്കിൽ അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. കൂടുതലും ചെയ്യാൻ നിൽക്കേണ്ട. അപ്പോൾ നമുക്ക് ചെയ്യുക അത് പിന്നെ അങ്ങ് ശരിയായിക്കോളും. ഇതേപോലെയാണ് പിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ പിടിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. എന്നിട്ട് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ നിൽക്കുക. ഇങ്ങനെ കോർത്ത് പിടിക്കുക. എന്നിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. ഇത് കാണുന്ന നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമുക്ക് കൈയൊക്കെ ഇങ്ങനെ പുറകിലോട്ട് പിടിച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ
നിങ്ങൾക്ക് ഇത്രയും ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഉയർത്തുക. അത് ഇതേ കണക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാണ്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതും ചെയ്തേ പറ്റുള്ളൂ നിർബന്ധമൊന്നുമില്ല. ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അതാണ് ഞാൻ കുറേ എണ്ണം കാണിക്കുന്നത് തന്നെ അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് ബോട്ടിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 500ൻ്റെ ബോട്ടിലാട്ടോ. അപ്പോൾ ഇതിൽ മണ്ണ് തന്നെ നിറച്ചോളൂ കേട്ടോ, വെള്ളം നിറയ്ക്കാൻ നിൽക്കേണ്ട, മണ്ണ് തന്നെ നിറയ്ക്കണം കേട്ടോ. അതാണ് നല്ലത്. ഇപ്പോൾ ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നതിൽ. നമുക്ക് നമ്മുടെ കൈക്ക് ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, കൈയുടെ വണത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ വേറെ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇതേപോലെ മണ്ണ് നിറയ്ക്കുക കേട്ടോ. നിറച്ചിട്ട് ഇതേപോലെ കണ്ടോ മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും സെയിം മുകളിലേക്ക് തന്നെ കൊടുക്കുക. പിന്നെ റൗണ്ടിൽ എടുക്കണ്ട കേട്ടോ. ഇതേ കണക്കുണ്ടോ, അങ്ങനെ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എടുക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ നിങ്ങൾ ഈ 500ൻ്റെ ബോട്ടിൽ എടുക്കുന്നത് നല്ല വെയിറ്റ് ആയിരിക്കും. നമ്മൾ ഈ മണ്ണ് നിറയ്ക്കുമ്പോൾ നല്ല വെയിറ്റാണ്. അതുകൊണ്ട് ഇതിലേക്കാട്ടും വലുതൊന്നും എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ ഇത് കൈ വെച്ചെടുത്ത അത് തന്നെ നമ്മൾ ഇത് വെച്ചെടുക്കണം കണ്ടോ. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. നമ്മൾ നേരത്തെ കൈ വെച്ചെടുത്തതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആണെന്നുള്ള കേട്ടോ. ഇങ്ങനെ നമ്മൾ കൈ ഉയർത്തുന്ന ഇങ്ങനെ ഉയർത്തി ചെയ്യുന്ന അത് നമുക്ക് ഈ കുപ്പി വെച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ കൈ ഇങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒരെണ്ണം. ഇതേപോലെ കണ്ടോ. ഇതും നമുക്ക് ഈ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം കണ്ടോ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. നിങ്ങൾ മണ്ണ് നിറച്ചോളൂ. ഇതിൽ വലിയ കുപ്പിയിൽ നിന്ന് എടുക്കാൻ നിൽക്കേണ്ട. നമുക്കാണ് നല്ല രീതിയിൽ നമുക്ക് കൈ നന്നായിട്ട് കഴക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു 500ൻ്റെ ബോട്ടിലെടുത്തിട്ട് മണ്ണ് നിറച്ചെടുക്കുക ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്തോളൂ. അപ്പോൾ ഇതുപോലുള്ള വർക്കൗട്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാ ദിവസവും ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ചെയ്ത് നമ്മൾ നല്ല ഒരു നമ്മുടെ ഒരു റുട്ടീനായിട്ട് എല്ലാ വർക്കൗട്ടിലും കൊണ്ടുപോകണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫലം ഉണ്ടാവുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ച് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം മാറ്റി വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം, പിന്നെ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്.